നമസ്കാരം. സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 മരണങ്ങളും കോവിഡ് മൂലമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2341 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത മതിയെന്ന് ആരോഗ്യമന്ത്രിയൊക്കെ പറയുമ്പോഴും സംസ്ഥാനത്തെ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 300 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തുവരുന്നത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന വിവരം. അതോടൊപ്പം മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് ഇന്നു മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ആരംഭിക്കും. 2 മാസത്തെ പെൻഷൻ നൽകുമെന്ന് മുൻപ് അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ 1 മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം കൂടി വന്നു ചേർന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വിധവാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവിവാഹിത പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കളും തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. നമ്മുടെ വില്ലേജ് ഓഫീസ് അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ സമർപ്പിക്കേണ്ടത്. അതോടൊപ്പം ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി സമർപ്പിക്കേണ്ടതാണ്. ഡിസംബർ 31-നകം ഈ രേഖകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിക്കണമെന്നാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.